നമസ്കാരം. വികാസ് ബാൽ സംവിധാനം ചെയ്ത് അജയ് ദേവൻ, ജ്യോതിക, മാധവൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രത്തിലെത്തിയ സെയ്ത്താൻ. അപ്പോൾ നമ്മളിന്ന് സെയ്ത്താനെ പറ്റിയാണ് സംസാരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഡയറക്റ്റ്ലി നെറ്റ്ഫ്ലിക്സിലൂടെ ഇത് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെയ്ത്താനെ പറ്റി. നേരെ വീഡിയോയിലേക്ക് പോയി. അപ്പം സെയ്ത്താൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സൂപ്പർ പടം. എനിക്കിഷ്ടപ്പെട്ടു. കാരണം സിനിമ ഒരു തുടങ്ങി ഒരു അവസാനം വരെ നമ്മളിത് പിടിച്ചെടുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത്. പിന്നുള്ളൊരു കാര്യം, ചിത്രത്തിൻ്റെ അതായത് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. വികാസ് ബാലൻ നമുക്ക് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. കാരണം മിക്ക സിനിമകളും അദ്ദേഹത്തിൻ്റെ അടിപൊളി ഗംഭീരമായ സിനിമകളൊക്കെ ഉണ്ട്, സൂപ്പർ സിനിമകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് പെർഫോമൻസുകളാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസുകളാണ് കേട്ടോ. കാരണം പെർഫോമൻസുകളെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും പറയുന്നത് അജയ് ദേവൻ്റെ പെർഫോമൻസ് ആയാലും, ജ്യോതികയായാലും, അതുപോലെ തന്നെ മാധവനായാലും, അതുപോലെ തന്നെ വേറെ ഇതിനകത്ത് അവരുടെ മകളായിട്ട് അഭിനയിച്ച ആ പെൺകുട്ടിയുടെ അഭിനയമായാലും തകർത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ്. കാരണം എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു സിനിമ. തിയേറ്ററിൽ കാണാൻ പറ്റാത്ത നഷ്ടമെന്ന് കൂടി പറയാം. പിന്നെ നമ്മൾ ഈ സിനിമയിലെ കഥ അങ്ങനെ കണ്ട് ശീലിച്ചൊരു സംഭവം കൂടിയാണ്. അതായത് പ്രത്യേകിച്ച് വലിയ നമ്മൾ ഈ പറയുന്ന പോലെ വലിയൊരു സംഭവമല്ല. നമ്മൾ കണ്ടതാണെങ്കിൽ പോലും വ്യത്യസ്തമായ ഒരു രീതിയിൽ സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ എൻ്റെ സംവിധാനം സാധിച്ചിട്ടുണ്ട്. അതായത് കാണുന്ന പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ചിത്രത്തിലുണ്ട്. അതും നല്ല ഗംഭീരമായിട്ട് തന്നെ ഡയറക്ടർ സ്ക്രീനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു BGM നോക്കിക്കഴിഞ്ഞാൽ BGM ഒന്നും അതായത് ഒരു ഹൊറർ BGM, നമുക്കറിയാമല്ലോ ഹൊറർ മൂവീസ് വരുമ്പം ഹൊറർ BGM ആണ് സ്വാഭാവികമായി അവിടെ കൊണ്ടുവരുന്നത്. ഹൊറർ BGM അതിൻ്റെ രീതിക്ക് തന്നെ മെനയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ടോട്ടലി ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടുന്ന കുറച്ച് പ്രവണതകളൊക്കെ ഉണ്ട്. കാരണം എക്സെറ്റ് കുത്തി ഈ ഒരു പടം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നഷ്ടമൊന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് അതായത് BGM കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ അതായത് തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങൾ. ക്ലൈമാക്സ് രംഗമൊക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ലാസ്റ്റൊക്കെ വരുമ്പോൾ ക്ലൈമാക്സിലേക്കോട്ടൊക്കെ അടുക്കുമ്പോൾ സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ പോലും ഒരു ഹൊറർ മൂവി വരുമ്പോൾ ലാസ്റ്റ് നമ്മുടെ അരമന മൂവി പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഫുൾ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് എനിക്ക് ഗംഭീരമായി ഇഷ്ടപ്പെട്ടു. പിന്നെ ജ്യോതികയുടെ പെർഫോമൻസുകളെ പറ്റി പറയുകയാണെങ്കിൽ ജ്യോതിക നമ്മളെ സ്ഥിരം കാണുന്ന പോലെ തന്നെയുള്ള ഒരു ആക്ടിങ് ആണെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസുകളാണ്. ഞാൻ പറഞ്ഞതാണ്. എന്നാലും പറഞ്ഞൊരു കാര്യമാണ്, ഈ സിനിമ തുടങ്ങി ഒരു അവസാനം വരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ മെയിൻ നമ്മളിങ്ങനെ വിചാരിക്കും ഷെയ്ത്താൻ എന്തുകൊണ്ട് ഇനി ഷെയ്ത്താൻ എന്ന് വരുമെന്നൊന്നും. അപ്പോഴാണ് നമ്മൾ ഇതിലെ മെയിൻ റോളിംഗ് ആയ മാധവൻ്റെ ഒരു എൻട്രി. അതായത് പുള്ളിക്കാരൻ ഫസ്റ്റിലെ മൂല പടത്തിൽ ഇങ്ങനെ വന്നു പോകുന്നല്ല വന്ന് ആ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവസാനം വരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഗംഭീരമായ സിനിമയെന്ന് കൂടി പറയാം. ഹൊറർ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു സിനിമയാണ് സെയ്ത്താൻ. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താരം ഒന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും കൂടി നിങ്ങൾ ദയവായി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് കൂടുതലും ഊർജ്ജമുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.